ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് 2025 ജനുവരി 8 ബുധനാഴ്ച. ഇന്ന് നമുക്ക് അല്പം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഒരു വചനത്തിൽ നിന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അത് നമ്മൾ വായിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ അനേകരെ മാനസാന്തരത്തിൻ്റെ സ്നാനം കഴിപ്പിക്കുക, യോർദാൻ നദിയിൽ കഴിപ്പിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്തുനിന്നും വായിക്കുവാനായിട്ട് സാധിക്കും. അനേകർ അടുത്ത് പല ജോർദാൻ്റെ അടുത്തുള്ളതും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും അനേക യഹൂദന്മാർ കടന്നു വന്ന് അവരുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് യോഹന്നാനിൽ നിന്നും മാനസാന്തരത്തിന് സ്നാനം ഏൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ സമയം ചില പരീശന്മാരും സാദുക്യരും കടന്നു വരുന്ന കണ്ടിട്ട് യോഹന്നാൻ അവരെ ശാസിക്കുന്നതായിട്ട് സർപ്പസന്തതികളെ എന്ന് അഡ്രസ്സ് ചെയ്ത് അവരോട് നിങ്ങളെ വരുവാനിരിക്കുന്ന ആ വലിയ ശിക്ഷാവധിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങളെ ഉപദേശിച്ചത് ആരെന്നൊക്കെ പറഞ്ഞ് അവർ വഴക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള അവരുടെ ആ വിശ്വാസത്തെ മാത്രമല്ല, അവരുടെ പ്രത്യേകമായൊരു ക്ലെയിം, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള അവരുടെ ആ ഒരു വലിയ ഹെറിറ്റേജിനെ കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അവർക്കുള്ള ആ മനസ്സിലുള്ള ആ പ്രൗഡ് എന്ന് തന്നെ പറയാം, അതിനെക്കുറിച്ചൊക്കെയും ശാസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അബ്രഹാമിന് ഈ കല്ലിൽ നിന്ന് പോലും ദൈവം വിചാരിച്ചാലും മക്കളെ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നും അദ്ദേഹം അവിടെ പറയുന്നതായിട്ട് കാണാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് അങ്ങനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ജലത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവന് നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് വായിക്കുവാൻ സാധിക്കും. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 6-ാം തീയതി വെളുപ്പിന് ഒരു വിഷനെന്ന് പറയണോ ഡ്രീമെന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ കാണുകയാണ്. അതായത് ഒരു 2-3 ആൾക്കാരെ കാണുന്നു. അവരുടെ മുഖമൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്നാൽ അതിന് ശേഷം എന്നെ ഒരു ടെക്സ്റ്റ് കാണിക്കുകയാണ്. ആ ടെക്സ്റ്റ് വന്നിട്ട് ചെറിയ അക്ഷരങ്ങളാണ്, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയിട്ട് എനിക്കത് വേഗം ഒന്ന് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ മേലെ റെഡ് ഇങ്കിൽ മാത്യു 3:1-12 എന്ന് എഴുതി കാണിച്ചതായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയിട്ട് എന്താണ് ഇത് എന്നുള്ള രീതിയിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് അത് തന്നെ കാണിക്കുന്നു, മാത്യു 3:1-12 എന്ന്. അപ്പോൾ ഞാൻ ഉണർന്നതിന് ശേഷം ഞാൻ, കർത്താവേ എന്താണിതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അതിനുശേഷം പ്രഭാതത്തിൽ ഞാൻ ബൈബിള് വായിക്കുമ്പോൾ ഇതേ ഭാഗം എടുത്ത് വായിക്കുവാനായിട്ടിടയായി. അപ്പോഴാണ് ഈ അന്നത്തെ ദിവസം, അതായത് ജനുവരി 6 എന്ന് പറയുന്നത് ലോകത്തിൽ പല ക്രിസ്തീയ ഗ്രൂപ്പുകളും ധനഹ പെരുന്നാളെന്ന് പറയും, യേശുവിൻ്റെ സ്നാനത്തെ സൂചിപ്പിക്കുന്ന ആ സൺഡേ ആണ്. ആ സൺഡേ അല്ല, ആ ദിവസമാണ്. അപ്പോൾ ധനഹ യേശു സ്നാനമേറ്റ് അതിനുശേഷം മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെടും. 40 ദിവസം ഉപവസിക്കുന്നു. അതിനുശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതൊക്കെ നമുക്ക് ഫർദർ വായിക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ അവിടെ എടുത്തു പറയുന്നതായ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്നാണ് നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതായത് അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെ നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ടോ, കുടുംബത്തിൽ എൻ്റെ അപ്പനും അമ്മയും അത്ര വലിയ ഭക്തരാണെന്നോ അല്ലെ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു ക്ലെയിം ചെയ്യുന്നതിലൊരർത്ഥമില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ബന്ധമാണ് ഉള്ള മാനസാന്തരം. ബന്ധത്തിൽ കൂടിയേ മാനസാന്തരം വരുവാൻ സാധിക്കത്തുള്ളൂ. ഏത് ക്രിസ്ത്യാനിയായാലും, ഏത് ജാതിക്കാരനായാലും, ഏത് വംശക്കാരനായാലും, ഏത് ഗോത്രക്കാരനായാലും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും പേഴ്സണലായിട്ട് ദൈവവുമായിട്ട് ഉള്ളൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മാനസാന്തരപ്പെടാൻ സാധിക്കുന്നു, മാനസാന്തരത്തിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കുവാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീനെന്ന്. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ 5-ാം അധ്യായം 22 മുതൽ 23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നതിൻ്റെ തെളിവ് നമ്മിലുണ്ടാകുന്ന ഫലങ്ങളുടെ വിളവ്, അവന് വേണ്ടി നാം എത്രമാത്രം ഫലം കായ്ക്കുന്നു എന്നതിനെയും കണക്കാക്കിയിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. പ്രത്യേകമായിട്ട് പറയാം, അതിൻ്റെ ഒരു തെളിവായിട്ടെടുക്കാം. നമ്മളിൽ ഈ മേൽ പറഞ്ഞതായ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് തെളിഞ്ഞു കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുവെന്ന്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അതായത് നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റം. അത് അപ്പോസ്തലനായ പൗലോസ് അപ്പോൾ ആക്ട്സ് 26-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, ആദ്യം യഹൂദരോടും അതായത് ജൂതന്മാരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് പ്രസംഗിച്ചുവെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ എടുത്ത് പറയുന്നു. അദ്ദേഹം ആദ്യം അവരുടെ സ്വന്തം ജനമായ ജൂതന്മാരോടും അതിനുശേഷം ജാതികളോടും സുവിശേഷം അറിയിച്ചത്. ആ സുവിശേഷം അറിയിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനാണ് പറയുന്നത്. ഇവിടെ യോഗ്യമായ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണല്ലോ ഫലം വരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നാം എത്രമാത്രം ഈ കാര്യത്തിൽ ആക്റ്റീവാണെന്നും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവനുമായിട്ടുള്ള ബന്ധത്തിൽ അവന് യോഗ്യമായ രീതിയിൽ അല്ലെങ്കിൽ അവൻ്റെ രക്ഷയ്ക്ക് യോഗ്യമായ രീതിയിൽ നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നും നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടെന്നും നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ആകുമെന്നുള്ളത്. അതായത് ഒരു തുറന്ന മനസ്സോടും ഒരു തുറന്നിരിക്കുന്ന കൈ, അതായത് ഔദാര്യമുള്ള പ്രവൃത്തികൾ, ഇതൊക്കെയും അത്യാവശ്യമായിട്ടും വേണ്ട കാര്യങ്ങളാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പുതിയ ജീവിതവും പുതിയ ഒരു സ്വഭാവത്തെക്കുറിച്ചും പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നതെന്ന്. അനുസരണവും സ്നേഹത്തെയും കുറിച്ച് അതുപോലെ തന്നെ കർത്താവ് പറയുന്നു. അതായത് മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 39 വരെയൊക്കെയുള്ള വാക്യത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, ഒരു യുവാവ് വന്നിട്ട് യേശുവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് കർത്താവ് ഇവിടെ ഇത് പറയുന്നത്. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അപ്പോൾ നമ്മൾ മാനസാന്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതായത് ലവ് സ്നേഹിക്കണം. അതുപോലെ തന്നെ അവനെ അനുസരിക്കുന്നത് വെച്ചാൽ മാത്രമേ ഇത്ര വലിയതായ, അതായത് ഒന്നാമത്തേതും വലിയതുമായ ആ കൽപ്പന പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാനസാന്തരം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്തേതായ അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം ഒരു ഔട്ട്വേർഡ്, അതായത് പുറമേയുള്ള ഒരു എക്സ്പ്രഷൻ അഥവാ ഒരു ട്രാൻസ്ഫോംഡ് ഹാർട്ട്
ഒരു മാറ്റം സംഭവിച്ച ഹൃദയത്തിലുള്ള പ്രവൃത്തിയുടെ പുറമേയുള്ള പ്രദർശനം അഥവാ ഒരു പ്രകടനമായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ആദ്യം നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മൾ സഹജീവികളെല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. മനുഷ്യനെ ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അനുസരണം, സ്നേഹം, സൽപ്രവർത്തികൾ, ഇത് മൂന്നുമാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായ മാനസാന്തര ഇതിൻ്റെ ഫലം. പാപത്തിൽ നിന്നും പിന്മാറുക, നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു ശുദ്ധമായ ജീവിതം നയിക്കുക. നമ്മളിന്ന് എങ്ങനെയാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെന്ന് നമ്മൾ ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ജീവിതം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതം പൂർണ്ണമായി യേശുവിന് ഒരു കമ്മിറ്റഡ് ആയിട്ടാണോ നാം ജീവിക്കുന്നത്? അങ്ങനെയല്ല എങ്കിൽ നമ്മളത് അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് രക്ഷയുടെ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. നാം വേറെ എങ്ങനെയെങ്കിലും നമ്മളുടെ സന്തോഷത്തിന് അഥവാ നമ്മുടെ കമ്മിറ്റ്മെൻറ്റിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അതിന് മധ്യത്തിൽ അനുവദിക്കാറുണ്ടോ എന്നും നാം വിലയിരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മെ തന്നെ സ്വയം പരിശോധിച്ച് ഒരു മാറ്റത്തിലേക്ക് തന്നെ കടന്ന് ഒരു പുതിയ ജീവിതം നയിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന് സ്നേഹത്തോടും അനുസരണത്തോടും കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് കൈവശമാക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ടു യു ഓൾ.